ഒരു കൂട്ടം ഫ്രണ്ട്സ് ഓട്ടോയിൽ കുറച്ച് പ്രശ്നമാക്കിയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ അവർ സഞ്ചരിക്കുന്നത് 3 പേരായിട്ട്. അതിന് കൂടുതലാണോന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കേട്ടത് ഓട്ടോയിലാണ് ഇവിടെ സഞ്ചാരം. ട്രെയിലർ കണ്ടായിരുന്നു 3 ദിവസം മുന്നേ. വേറെ ലെവലായിരുന്നു. എന്തൊക്കെയോ നിഗൂഢതകൾ കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ സംഭവമൊക്കെ. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ പറ്റി സംസാരിക്കാം. നല്ല മഴ ടൈം, മഴയത്തും ഓട്ടോയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ മൂവർ സംഘത്തെ നമുക്ക് പരിചയപ്പെടാം. എന്തോ സീനുണ്ട്. സീന് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? കുറേ സീനുണ്ട്. ഏകദേശം സീൻ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എത്ര മണിക്കൂർ വരും? 2 മണിക്കൂർ. 2 മണിക്കൂർ. 1 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്, 1 മണിക്കൂർ സെക്കൻഡ് ഹാഫ്. മാത്യു തോമസ്, താങ്ക് യു സോ മച്ച്. ശരത് സഭ ആൻഡ് മീനാക്ഷി. അടിപൊളി അടിപൊളി. ആൻഡ് മാഹിൻ. എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രോ ആയിരുന്നു ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് മാത്യു. അത് മാത്യുവിന്റെ ആ ഒരു ഇതിൽ നിന്നും കിട്ടുമ്പോൾ വല്ലാത്തൊരു അടിപൊളി. മാത്യു ബർത്ത്ഡേ എന്തോ ഈ അടുത്തായിരുന്നു, ഒക്ടോബർ 16. ബർത്ത്ഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് എൻജോയ് ചെയ്യാൻ പറ്റിയ അതോ ഈ പ്രൊമോഷൻ തിരക്കിൽ? അല്ല, എൻജോയ് ചെയ്തു. ഞാനങ്ങനെ പൊതുവെ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. ആണോ? സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുക കൂട്ടുകാർ എന്നുള്ളൊരു പരിപാടിയുള്ളൂ. അതങ്ങനെ നമ്മളങ്ങനെ ഭയങ്കര ഒരു പരിപാടിയൊന്നും പിടിക്കാറില്ല. പറ്റുന്നത്രയും ശാന്തമായിട്ടിരിക്കുക. ശാന്തം വേറൊന്നും വലിയ ബഹളമൊന്നുമില്ല. അങ്ങനെ അതിന്റെ ബർത്ത്ഡേതായിട്ടുള്ള ഒരു ബഹളങ്ങളുണ്ടല്ലോ. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ല. അല്ല, ഞാൻ ഇത്തവണ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ പടത്തിന്റെ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് നമ്മള് ഇന്ദിരാഗാന്ധി നഴ്സിംഗ് കോളേജിൽ നമുക്കൊരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ എല്ലായിടത്തും പറയരുത് ആരോടൊന്നും. വെറുതെ എന്തിനാ നമ്മളൊരു പ്രഹസനം പോലെ ആവില്ലേ നമ്മൾ തന്നെ വന്നിട്ട് ബർത്ത്ഡേ. ഞാൻ പറഞ്ഞില്ല, ടീം പറയുമ്പോഴൊക്കെ ഇത് വെറുതെ അപ്പൊ ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ മീനാക്ഷി ചെന്ന അപ്പൊ തന്നെ മറ്റേ മൈക്കിൽ വിളിച്ചിട്ട് പറഞ്ഞു ബർത്ത്ഡേ ആണെന്നൊക്കെ. അപ്പൊ മറ്റേ അവര് എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു, ഓക്കെ, രക്ഷപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവണു. മുമ്പിലിരുന്ന ടേബിളിൽ നിന്ന് കുറെ സാധനങ്ങൾ മാറ്റുന്നു. അപ്പൊ ഞാൻ മറ്റേ കറണ്ട് പോയപ്പോ ബൊക്കെയാ ടേബിൾ, നമുക്ക് തന്നെ ബൊക്കെ. അപ്പൊ സഭ പറയണ്ട, അത് ഞങ്ങൾ എടുത്തോണ്ടൊന്നും പോയില്ല, അവിടെ വെച്ചോടെ കുഴപ്പം. പിന്നെ മറ്റേ ഫ്ലാഷ് ലൈറ്റുകൾ പൊങ്ങുന്നു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അവർക്ക് അറിയായിരുന്നു, അവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ മീനാക്ഷി അത് കൊളാക്കി. അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. നമ്മുടെ മാന്ത്രിക കൈയാ. പോഡ്കാസ്റ്റിൽ എപ്പോഴും ഈ കൈ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. കാരണം ഫുഡ് വരുന്ന കൈയാണ്. അദ്ദേഹത്തിന്റെ മുഖമൊന്നും കാണിക്കില്ല, കൈ മാത്രമേ കാണിക്കൂ. സിനിമയിലൂടെ ഓക്കെ. ശരത്, നിങ്ങളെ ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിച്ച മൊമെൻ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ചിരിച്ച. ഞാൻ ഇതാരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചാലും, ഞാനും വൈഫും കൂടെ ആ ജാനമൻ ചിദംബരത്തിൻ്റെ പടം, ആദ്യ പടം, വലിയ കാസ്റ്റുകളൊന്നുമില്ല, ചെറിയ സംഭവങ്ങൾ, അങ്ങനത്തെ രീതിയിൽ ബേസിലുണ്ടായാലും മെയിനായിട്ട് ബേസിൽ ഞാൻ എടുത്തു പറയുന്നത്. പക്ഷേ ആ പടം ഭയങ്കരമായിട്ട് നിങ്ങളെ കയ്യിലെടുത്ത് കളഞ്ഞു. അപ്പോൾ ആരാണെന്ന് പറയുന്നത്. അപ്പോൾ സജിയേട്ടാ സേഫല്ല എന്ന് പറയുന്ന സാധനം. നിങ്ങൾ സിനിമയിൽ ഇപ്പോൾ എത്രത്തോളം സേഫാണ് ശരിക്കും? സേഫാണ്. പ്രശ്നമാണ്. സേഫ് അല്ലെങ്കിൽ പോലും നിങ്ങളിങ്ങനെ ചെന്ന് പറയാം സേഫ് അല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, സേഫ് അല്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഈ ക്യാരക്ടർ അങ്ങനെ വല്ലതും പോയി ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സിനിമയിൽ വല്ലതും ക്യാരക്ടേഴ്സ് എനിക്ക് പറ്റിയ റോളുകൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും പോയിട്ടുണ്ടോ? സിനിമയിൽ മുൻപ് വരെ അവസരങ്ങൾക്കായിട്ട് ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമായിരുന്നു. ഞാൻ ബേസിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തരംഗം കഴിഞ്ഞിട്ട് അരുൺ ഡൊമിനിക്കിന്റെ തരംഗത്തിലാണ് ഞാൻ ക്യാരക്ടർ റോൾ ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ പടത്തിൽ. അപ്പം അത് കഴിയുന്ന സമയത്ത് അരുൺ ഡൊമിനിക്കിനെ ഓരോ അവരുടെ ഡയറക്ടർ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പടം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം എൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യാരക്ടർ കൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പോൾ അവർ ഡൊമിനിക്ക് ഞാൻ കാണാൻ പോകുന്ന സമയത്ത് പറയും, എടാ പുള്ളി നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഞാൻ നമ്പർ തരാം, ഒന്ന് വിളിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 3-4 പേരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ബേസിൽ ആയിട്ട് ഞാൻ ഇപ്പം മിന്നൽ മുരളി ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ മറ്റേ പള്ളി ഷൂട്ട് അത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബേസിലൊക്കെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ട്രിവാൻഡ്രത്താണ് ബേസിൽ വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ ഒരുമിച്ച് ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം ബേസിലടുത്ത് ഞാൻ നിരന്തരം കാണുമ്പോൾ പറയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ബേസിൽ പറഞ്ഞൊരു കാര്യമാണ്, മച്ചാനും ലുക്മാനും ഒരേപോലെയാണെന്ന് അന്ന് കാണാൻ എന്ന് പറഞ്ഞൊരു എന്തോ ഒരു സംഭവം ഉണ്ട്, എന്നാൽ നോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചാൽ മതിയായിരുന്നു. വിളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേ അല്ലേ? ചിലപ്പോൾ ഫോൺ വിളിച്ചിരുന്നെങ്കിൽ
നടന്നെ ഇല്ല, എന്റെ നടന്നില്ല. അപ്പൊ അത് കാര്യമില്ല. അല്ല ബേസിലെണ്ണ അത് സിനിമ ചെയ്തിട്ടില്ല. അതാണ് അറിയാ. പിന്നെ ഞങ്ങൾ ജാനമൽ വെച്ച് കണ്ട സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട്, മനസ്സിലായി എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശരത് സഭ എത്രമാത്രം സേഫ് ആണ് നിങ്ങളുടെ ഇടയിൽ? ആക്ച്വലി ഫിലിം സെറ്റിലൊക്കെ സേഫ് ആണോ? ഫുൾ സേഫ് ആണ് സഭ. ഫസ്റ്റ് ഓഫ് ഓൾ ശരത്ത് എന്ന് വിളിക്കുന്നത് ശരത്തെന്ന് വിളിക്കാൻ പാടില്ല, സഭ എന്നാണ്. എന്റെ വായന ശരത്ത് സഭ, സഭയുടെ പേരാണ് സഭ. ഓ അങ്ങനെ. അപ്പൊ സഭ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. നമ്മള് സെറ്റിൽ പോലും ശരത്ത്. ഇപ്പൊ നമ്മുടെ അഭിലാഷ് ഏട്ടൻ ഉണ്ട് ക്യാമറമാൻ. അപ്പൊ അഭിലാഷേട്ടനൊക്കെ ശരത്തെ എന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കില്ല. സഭ തിരിഞ്ഞു നോക്കും. അപ്പോ അവല്ല സഭയാണ് നമ്മളെ സേഫ് ആക്കുന്നത്. ആണല്ലേ? അതാണ്. പുള്ളി ഇങ്ങനെ സൈലന്റ് ആണോ എപ്പോഴും? ഇങ്ങനെ സംസാരിക്കുമല്ലോ. ചോദിക്കുമ്പോ മാത്രം ഇപ്പൊ മഴ നനഞ്ഞതിന്റെ പ്രശ്നമാണെന്ന്. അതല്ല, എന്തിനാ എന്നെ പറ്റി ഒരു നല്ല സാധനം പറയുമ്പോ ഞാൻ ഡൗൺ ആക്കാൻ നോക്കാണ്. ഓക്കെ, ഇല്ല അങ്ങനെയൊന്നുമില്ല. മീനാക്ഷി, വാഴയായിരുന്നു എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതോ അതിനു മുന്നേ വേറെ ഏതെങ്കിലും? അങ്ങനെ കൊമേഴ്ഷ്യൽ ഫസ്റ്റ് വാഴയാണ്. അതിന് മുന്നേ ഒരു ഓഫ് ബീറ്റ് 2 പടം, വാങ്ക്, ഉണ്ണിയാർ സാറിന്റെ ചെറുകഥയാണ്, അത് സിനിമയായ, അതാണ് ആദ്യം ചെയ്തത്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ വാഴയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പിന്നെ ഞാൻ ഡൊമിനിക്കിൽ ഒരു ക്രൂഷ്യൽ ക്യാരക്ടർ ചെയ്തായിരുന്നു. വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ. പക്ഷെ ഞാൻ കേട്ടായിരുന്നു നൈറ്റ് റൈഡർ സിനിമയില് ഇപ്പൊ നിങ്ങൾ വരാനിരിക്കുന്ന പടം ഈ ഫ്രൈഡേ ആണ് റിലീസ് ആവാൻ പോകുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. പടം ട്രെയിലർ കണ്ടപ്പോൾ രസമുണ്ട്. അപ്പൊ മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. അത് അങ്ങനെ പറയാൻ കാരണം? വാഴയിൽ ഞാൻ ചെയ്തത് ഒരു തനി ടോംബോയ്ഷ് ക്യാരക്ടറാണ്. ബൈക്കൊക്കെ ഓടിച്ച്, മുടിയൊന്നും ഇല്ല, മൊട്ടയാണ്. ഇതിലേക്ക് വരുമ്പോൾ 2 എക്സ്റ്റൻഷനൊക്കെ വെച്ച് നാടൻ പെൺകുട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു അല്ല, ഇത് സിനിമയിലാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര രസമുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഈ നൈറ്റ് റൈഡേഴ്സ് മൊത്തത്തിൽ കണ്ടപ്പോ ഒരു ഹൊറർ സാധനമായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. പടം അങ്ങനെയാണോ? അതെ, പിന്നെ പ്രേതം ഉണ്ട് ശരിക്കും. ഉണ്ടാവൂലോ ഒരു ഹൊറർ പടം. എല്ലായിടത്തും നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഉണ്ടാവണമല്ലോ. ട്രെയിലർ കണ്ടില്ല? കുതിരക്കാലൊക്കെ ഞാൻ കണ്ടു. ട്രെയിലറിന്റെ എങ്ങനെ അവസാനിക്കാൻ മീനാക്ഷിയുടെ മുഖം കാണിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. മീനാക്ഷി അല്ലേ? എനിക്ക് മീനാക്ഷിയുടെ മുഖം ഞാൻ കുറെ ഇങ്ങനെ റിവീൽ ഞാൻ ഇങ്ങനെ പോസ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടണില്ല, ബ്ലാക്കേ വരുന്നുള്ളൂ. അതെന്തോ നിങ്ങളുടെ ടെക്നിക്കില് നമ്മളാരും മീനാക്ഷി അത് മനസ്സിലാക്കില്ല വിചാരിച്ചിട്ട് അയ്യോ അത് പറയണ്ടായിരുന്നു. ഒരു പോഡ്കാസ്റ്റിലല്ലേ വരത്തുള്ളൂ. അല്ല, ഇത് ഒരാളല്ല പറയുന്നത്, മീനാക്ഷി അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതിലങ്ങനെ ആരും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞിട്ട്. മീനാക്ഷി തന്നെയാണ് അത്. ശരിക്കും മീനാക്ഷി മരിച്ചിട്ട് പ്രേതാവുന്നതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. അത് പറയാ വിട്ടാ, ഇതൊന്ന് എഡിറ്റ് ചെയ്യണേ. എന്താന്ന് വെച്ചാൽ മീനാക്ഷി എന്റെ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ശ്യാമിന്റെ കാമുകിയായിട്ടാണ് മീനാക്ഷി. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ രാജേഷ് ഏട്ടനാണ് എന്റെ കൂട്ടുകാരൻ. അല്ല അങ്ങനെ മെയിൻ ട്വിസ്റ്റുകളൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ചില്ല. അപ്പോ ഞാനും മീനാക്ഷിയും ശ്യാമും ധന്യയും, മീനാക്ഷിയുടെ ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. അപ്പൊ ധന്യയും തമ്മിലുള്ള ഇതും പരിപാടികളും. അപ്പൊ ആ സമയത്ത് നാട്ടില് കുറച്ച് പ്രശ്നങ്ങൾ നടക്കും. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്യാമിനൊരു അത് പറയുന്നില്ല, അതൊരു ട്വിസ്റ്റാണ്. അപ്പോൾ അത് സംഭവിക്കുകയും ധന്യയുടെ ഒരു ക്യാരക്ടർ മരണപ്പെടുകയും പിന്നെ ഇവൻ മംഗലാപുരത്ത് പോകുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെയാണ് എൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് പോണേ. എന്നിട്ട് എങ്ങനെയാണ് ധന്യ ഇവനെ ഹോണ്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു പരിപാടി. അല്ല, എന്നാലും ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതിനാണ് നിങ്ങൾ കാണുന്നത്. കുതിരക്കാലാണോ വരുന്ന പരലോകത്തുനിന്ന് പോയിട്ട് കൊണ്ടുവരും ഒരു കൂട്ടുകാരനെ. സഭ ഞാനൊരു കാര്യം പറയട്ടെ.
നിങ്ങൾ അഭിനയിച്ച ക്യാരക്ടറിൽ ജാനേമനിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ പേര് കലക്കൻ സ്റ്റാർ എന്നാണ്. എനിക്കിപ്പോൾ ഇടാൻ തോന്നിയൊരു പേര് കലക്കൻ സ്റ്റാർ എന്നാണ്. കാരണം കുളം കലക്കിയാണ് മൊത്തത്തിൽ. റോള് കലക്കിയോണ്ട് കലക്കൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളം കലക്കൻ, അങ്ങനെ വേണം പറയാൻ. കാരണം ജാനേമനിൽ മൊത്തത്തിൽ നിങ്ങൾ സീൻ ഉണ്ടാക്കുന്നത്, ഭീകര സീൻ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണം മുടക്കാൻ വേണ്ടി പോകുന്ന സീൻ. അത് ആള് മാറി. എല്ലാരും കലക്കാനാ പോകുന്ന. അതില് നിങ്ങളെ എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ വന്നിട്ട് മോനെ നീ എന്താ മറ്റേ ഗുരുവായൂർ അമ്പലം നടയിൽ നന്നായിട്ടുണ്ട്, അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. നിങ്ങൾ രണ്ടുപേരും നല്ല കട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇതില് എങ്ങനെയാണ് ഈ കലക്കൽ റോളാണോ പുള്ളിക്കുള്ളത്? പരിപാടി കലങ്ങിയില്ലേ? ചെറുതായിട്ട് ഞാൻ കലങ്ങി, അതങ്ങനെ നൈസായിട്ട് അങ്ങ് പോവും. ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ റോൾ എങ്ങനെയാണ് ആക്ച്വലി? ശ്യാമിന്റെ കൂട്ടുകാരനാണ്. നല്ല കൂട്ടുകാരനാണ്. നല്ല കൂട്ടുകാരൻ, വഴി കാട്ടി കൊടുക്കുന്ന കൂട്ടുകാരൻ. വഴികൾ കാട്ടി കൊടുക്കുന്ന കൂട്ടുകാരനാണ് അവൻ. വീട്ടിനൊക്കെ ഒരു വഴി കാട്ടി തന്നോണ്ടാണ് ശ്യാമിനെ കടുങ്ങ ചെയ്യേണ്ട വന്നേ. അങ്ങനെ പറയാൻ മീനാക്ഷി ഇപ്പോഴാണ് കഥ കേൾക്കുന്നത്. ഞാനും ഇപ്പോഴേ കഥ കേൾക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിന്റെ ഒക്കെ പരിസരത്തൊക്കെയുള്ള എന്താ കൂട്ടുകാരൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കൂട്ടുകാരാണ്. പ്രായത്തില് ഏട്ടനാണ്. ഇവരെന്നെ ഏട്ടാന്നാണ് വിളിക്കുന്നത്. പല സമയത്ത് ഏട്ടാന്ന് വിളിക്കും, ചില സമയത്ത് ഡാന്ന് വിളിക്കും, ചില സമയത്ത് അങ്ങനെയൊക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കൂട്ടുകാരൻ ആണ്. എനിക്കൊരു ഓട്ടോയുണ്ട്. ഓട്ടോ എന്നാൽ പിന്നെ ഏതോ അമ്മയുടെ വളയൊക്കെ വിറ്റിട്ട് മേടിച്ചിരിക്കുന്ന ഓട്ടോയാ. ലോൺ അടയ്ക്കാനും ഇപ്പോൾ അമ്മ തൊഴിലുറപ്പിന് പോയിട്ടാണ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ അങ്ങനെ ബോധേടൊന്നും അല്ല. ഞാൻ എൻ്റെ ലൈഫ് ലൈബ്രറി, ഇവരുടെ കൂട്ടുകാരന്മാരുടെ കൂടെ ചില്ല് ചെയ്യുക, ചെസ് കളി, വെള്ളോടി, ക്രിക്കറ്റ് കളി, അമ്മാതിരി പല എൻ്റർടൈൻമെൻറ്റ്സ്. വൈകുന്നേരം ആവുന്ന സമയത്ത് 2 അടിക്കുക, വീട്ടിലോട്ട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോവുക, അങ്ങനത്തെ ഒരു കുറച്ച് കളരി അതൊക്കെ ഉണ്ട്. അമ്മാതിരി ഒരു പരിപാടികൾ നടത്തിയിട്ട് ഇങ്ങനെ പോവുക. സൗഹൃദത്തിനും ഇവരുടെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. സുഹൃത്തുക്കളുടെ കൂടെ, വീട്ടുകാരെക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുമ്പോൾ ഞങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സിലും കുറച്ചും കൂടെ ഒരു സെൻസിബിളും സെൻസിറ്റീവും ഒക്കെ ആയിട്ടുള്ളത് രാജേട്ടനായിരിക്കും. രാജേട്ടൻ ഇപ്പൊ നമ്മൾ പിണങ്ങി നിന്ന് മാറിയിരിക്കുവാണെങ്കിലും അത് നമ്മളെ വന്ന് ചേർത്ത് നിർത്തുന്നതും അല്ലെങ്കിൽ നമ്മളൊന്ന് ശകാരിക്കാനും അതിനൊക്കെ ഉള്ള ഒരു മെച്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് രാജേട്ടൻ. ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മുടെ കൂടെ കൂട്ടുവെക്കുമെങ്കിലും നമുക്കൊരു ധൈര്യം ആണ് രാജേട്ടൻ. രാജേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇത്തവണ എന്തായാലും കലക്കുന്നില്ല, നൈസായിട്ട് അങ്ങ് പോകും. ഞാൻ മാത്രമാണ് ഇപ്പൊ കലക്കിയത്, കലങ്ങിയിരിക്കുന്നുണ്ട്. ഞാനൊരു സാധനം കലക്കി വെച്ചിട്ടുണ്ട്. കുടിക്കരുത് ഇങ്ങനെ. അതാ ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങനെ ആയതാണ്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. അവിടെ ചായ കുടിച്ചത് ഒരെണ്ണം കൂടെ പറയണോ? ഞാൻ മതിയായിരുന്നല്ലേ? ഓക്കെ, ശരത്തിന്റെ റിയൽ നെയിം ഞാൻ പറഞ്ഞു വരട്ടെ, കലക്കരുത്. ശരത്തിന്റെ റിയൽ നെയിം ശരത് കുമാർ എന്നാണ്. ഈ സഭ എന്ന് പറയുന്ന പേര് വരാൻ കാരണം ട്രിവാൻഡ്രം ആണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്ന് ഞാൻ ഒരു കോളേജ് വെച്ച് പറയുന്ന കേട്ടായിരുന്നു. അത് റിയൽ ആണോ? നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കഥ ഇത് തന്നെ. കോളേജിൽ ഞാൻ ഡ്രാമ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നാടകമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം വന്നതാണ്. തിരുവനന്തപുരം വന്ന് ഒരു നൈറ്റ് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. ഒരു തമിഴ് പടം കണ്ടു. അതിലെ ഒരു ക്യാരക്ടറിൻ്റെ പേര് സഭ എന്ന്. അപ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ സഭ എന്നുള്ള പേരിനെ കുറിച്ച് ചർച്ചയായി. പേര് കൊള്ളാലോ, നല്ല പേരല്ലേ? അല്ല, ഒരാൾ അടൂര്, പ്രവീൺ. അപ്പം പേര് കൊള്ളാലോ, സഭ എന്നുള്ള പേര് നല്ലതല്ലേ, ശരത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു കനം കിട്ടില്ലേ, ശരത് സഭ. ശരത് കുമാറിനേക്കാളുള്ള ഒരു കനം ഉണ്ടല്ലേ, എവിടെ പോയി കഴിഞ്ഞാലും കുറേ ശരത്തുമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ കൊള്ളാം, പിടച്ചോ സഭ, പിടയ്ക്കാന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ വർക്ക്ഷോപ്പിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഹനുമാൻ സ്വാമി ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപ് വെച്ചിട്ട് പ്രവീണൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിൽ സഭ സഭ സഭ
3 തവണ സഭ എന്ന് വിളിച്ചു, പേര് ഫിക്സ് ചെയ്തു. ഇപ്പൊ തന്നെ വീട്ടുകാരെ അറിയിച്ചില്ല പേര് മാറ്റി? പിന്നെ സീനല്ലേ അത്, ഇങ്ങനെ പേര് പെട്ടെന്ന് ഒരു ഇത് മാറ്റിയിട്ട് സഭ ആഡ് ചെയ്യുമ്പോ അങ്ങനെ ഞാൻ ചുമ്മാ ചോദിക്കുന്നതാണ് കാര്യം. ഇല്ല, നമ്മൾ ഒഫീഷ്യലി മാറ്റി ഫേസ്ബുക്കിലാണ് വായിച്ചത്. ഞാനിങ്ങനെ ഒരു രസത്തിൽ ചോദിച്ചത്. ഇല്ല വീട്ടിൽ പറഞ്ഞു ഞാൻ എന്താണ് എന്റെ പേര് ഇനി തൊട്ട് അറിയുന്നത് ശരത് സഭ എന്നാണ്. ഞാൻ അന്ന് ഈ ക്ഷേത്രത്തിലത്തെ പേരിടയിൽ കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ പുതിയൊരു സാറ് വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പേരുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ സഭ, അവിടെ ഞാനും പറഞ്ഞു തുടങ്ങി സഭ. നിയമസഭയുടെ അടുത്ത് വെച്ചിട്ടാ ഈ പേര് നിയമസഭ ഇപ്പൊ ലോകസഭയായി. അത് അടിപൊളിയായിരുന്നു. ലോകസഭയായി. പ്രൊഡ്യൂസർ പറയുന്ന കേട്ടായിരുന്നു ഇങ്ങനെ ഇനി ലോകസഭ എന്ന് അറിയപ്പെടുന്നുണ്ടെന്ന്. എന്തൊക്കെ കണക്ട് ചെയ്യാം? ഇനി ഇത് കഴിഞ്ഞാൽ എന്തായിട്ട് അറിയും? എന്ത് സഭയായിട്ട് അറിയും? ഗോത്രസഭ, ഗോത്രസഭ, അങ്ങനെ പല സഭകളാണ്. ലോകസഭ, രാജ്യസഭ, മന്ത്രിസഭ, ശരത് സഭ. ചായ ഫുഡോ ഇനി ഒന്നും കൊടുക്കരുത് കേട്ടോ. മഴ നനഞ്ഞതിന്റെ എന്താ പറഞ്ഞ ശരത്ത് മിണ്ടാണ്ട് സഭ മിണ്ടാണ്ടിരിക്കുക. ഇപ്പൊ ശരിയായില്ലേ? അടിപൊളി. കൊണ്ടലിന്റെ സെറ്റില് എല്ലാരും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാ. എല്ലാരും കൂടെ പാട്ടൻ ലോകസഭ, രാജ്യസഭ, മന്ത്രിസഭ, ശരത് സഭ. അടിപൊളി. മാത്യുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ആൾക്കാരെ കൊച്ചിലേക്ക് കണ്ടു കഴിഞ്ഞാൽ, വീട്ടിന്റെ അടുത്തുള്ള പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയും കുട്ടിക്കാലം മുതൽ അവനെ കണ്ടതാണ് എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പം പുള്ളിയെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ കാണുമ്പോഴേ അങ്ങ് കുമ്പളങ്ങി നൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, ഇതിലൊക്കെ ഇത്രയിൽ കണ്ട പയ്യനാണ്. ഇപ്പൊ വന്നിരിക്കുന്ന കണ്ടില്ലേ, വല്ലാതെ വളർന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനിമയിൽ വളർന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. സിനിമ ക്ലാസ് കട്ട് ചെയ്തിട്ടാണോ ഓഡിഷന് പോയത്? ക്ലാസ് കട്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ തന്നെ ഓഡിഷൻ നടക്കുന്നത്. സ്കൂളിലാണോ? സ്കൂളിൽ തന്നെ നടക്കുന്നത് ബേസിക്കലി. അതെ സ്കൂളുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ. ഇപ്പൊ ബേസിക്കലി അവർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന പയ്യന്മാരെ വേണമായിരുന്നു ആ ഏജ് ഗ്രൂപ്പിൽ. അപ്പോൾ അവർ കൊച്ചിയിലുള്ള പല സ്കൂളുകളിൽ കൊച്ചി കുമ്പളങ്ങി ബേസ്ഡ് സിനിമയായതുകൊണ്ട് കൊച്ചിയിൽ നിന്നായിരുന്നു ഇവർ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ കൊച്ചിയിലുള്ള എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ കുറേ അധികം ആൾക്കാരെ ഇത് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഒരു 15 വയസ്സ്. 10ാം ക്ലാസ് പ്ലസ് 1 അല്ല 10ാം ക്ലാസ് തീർന്നു. 15 ആദ്യം ഏതാ? കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. കുമ്പളങ്ങിയാണ്. അതിൽ നിന്നാണ് കയറി വരുന്നത്. നസ്ലിനും ഇതേപോലെ ഏതോ ഓഡിഷന് പോയിട്ട് അങ്ങനെ അവൻ എൻ്റെ ഒരു ഓർമ്മ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഓഡിഷന് പോയി. അപ്പോൾ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അതിന് പോയപ്പോൾ ഇവൻ പോയില്ല. അങ്ങനെ എന്തോ അവൻ എന്നിട്ട് അവൻ അങ്ങനെ പോയി. അങ്ങനെ എന്തോ ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരത്ത് എങ്ങനെ സഭ എങ്ങനെയാ സിനിമയിലേക്ക്? അതൊന്ന് പറഞ്ഞു. ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്നത് തിയേറ്ററാണ്, നാടകം പരിപാടികൾ. അപ്പോൾ എനിക്ക് ഡ്രാമ സ്കൂളിൽ വന്നതിന് ശേഷം സിനിമ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരെ എൻ്റെ സുഹൃത്തുക്കളാകുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സർക്കിളിൽ കുറച്ച് സിനിമയിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ സിനിമ ബന്ധമുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്നേ? ആക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും? അല്ല, സിനിമ ആഗ്രഹിച്ച് നാടകം പഠിക്കാൻ വന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സീനിയേഴ്സ് ഇടയ്ക്ക് ചെറിയ ക്യാരക്ടറൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ റൂമിലായിരിക്കും ആ സിനിമ ആഗ്രഹമുള്ള ടീംസ് മൊത്തം. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി എനിക്കും പതിയെ സിനിമ ആഗ്രഹം വന്നു. അല്ല, മുൻപ് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം എന്നൊക്കെ കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ ഒരു എയിമോ ലക്ഷ്യമോ ഒന്നും ആയിരുന്നില്ല. നാടകത്തിൽ അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് 6ാം ക്ലാസ് തൊട്ട് ഞാൻ നാടകത്തിൽ അഭിനയിച്ച് തുടങ്ങിയത്. ആ നാടകത്തിൽ അപ്പം അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. വേറെ കോളേജുകളിൽ അഡ്മിഷനും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഡ്രാമ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അപ്പം ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സിനിമ ആഗ്രഹമുള്ള സുഹൃത്തുക്കളെ കിട്ടുന്നു. അവരുടെ കൂടെ ഓഡീഷനും പോകുന്നു, ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഡ്രാമ സ്കൂൾ കഴിഞ്ഞ സമയത്ത് അവരൊക്കെ കൂടെ തന്നെ എറണാകുളത്ത് വന്നിട്ട് ചേക്കേറുന്നു. എന്നിട്ട് അവിടെ വന്ന് പല സിനിമാ പരിപാടികളും നോക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഉപജീവന മാർഗത്തിനായിട്ടുള്ള പണികളും ചെയ്യുന്നു. അങ്ങനെ ചാനലിൽ ഒരു മഴവിൽ മനോരമ, സി കേരള, അങ്ങനെ ഒരു സി കേരളയിൽ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ഫസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു ക്യാമറയ്ക്ക് പുറകിൽ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഓഡീഷനൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ സിനിമയിലോട്ട്. മീനാക്ഷി എങ്ങനെയാ? മീനാക്ഷിയുടെ വാതിൽ തുറക്കപ്പെട്ട
എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ്, പാട്ട് അതിനൊക്കെയാണ് മെയിൻ. പക്ഷെ ഒരിക്കലും ആക്ടിങ്, ഡ്രാമ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഉണ്ണി രൂപവാണി എന്നാണ് പേര്. കൺട്രോളറായിട്ട് എപ്പോഴും ഇത് ഞാൻ പറയുമ്പോ അപ്പാവും പറയണ്ടേ. അപ്പം അച്ഛൻ ഇപ്പം ഇല്ല, ഞാൻ 3rd മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ്റെ കൂടെ സെറ്റിൽ പോകുന്നതും. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് വീഗാലാൻഡിൽ പോകുന്ന ഡേ ആണ് CID മൂസയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു ഓർമ്മ. കാറും ദിലീപേട്ടനും അർജുൻ ഡോഗും അതെല്ലാം കൂടെ, പിന്നെ തൊമ്മനും മക്കളുടെ സെറ്റിൽ, അങ്ങനെ സെറ്റിൽ പോയി നല്ല എന്താ പറയാ ആ ഒരു എൻവയോൺമെന്റ് ഭയങ്കര യൂസ്ഡ് ആയിരുന്നു. ആഗ്രഹമുണ്ട്. അന്ന് ഞാൻ ഭയങ്കര ചെറുതാണ്, 7-6 വയസ്സ് എന്തോ ഉള്ളൂ. 8 ആ ഒരു ടൈം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുൾ സിനിമയായിട്ട് വല്ല ബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ കുസാറ്റിൽ ലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3rd ഇയറിൽ എന്തോ വാങ്കിൻ്റെ സിനിമ, ആദ്യ സിനിമ വാങ്കാണ്. അതിലേക്ക് വരുന്നത് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ആ വഴി ഭയങ്കര കോയിൻസിഡൻ്റലായിട്ടാണ് വന്നത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ പാഷൻ ഇതാണ് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ വന്നതും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തോന്നിയതും. അങ്ങനെ വാഴയിലേക്ക് വരുന്ന ഓഡിഷൻ വഴിയാണ്. മാത്യു, സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറർ സിനിമയാണ്, ഹൊറർ കോമഡി പടമാണ്. നമുക്കിപ്പം സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പോഡ്കാസ്റ്റില് പേടിച്ചു തൂറിയ കഥകളെ പറ്റി അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ പേടിച്ചു തൂറിയ കഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നെഞ്ചിടിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ച്. മാത്യു തോമസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച ഹൊറർ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ ജീവിതത്തിൽ അങ്ങനെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന? ഒരെണ്ണം ഭയങ്കര ഇങ്ങനെ ഒരു സൗണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിന്റെ മൊത്തം പറയില്ല കേട്ടോ ഞാനത്. അല്ല, മൊത്തം പറയാൻ പറ്റില്ല. അല്ല അഡൽട്ട് കേൾക്കാൻ ആഗ്രഹം. അല്ല, ഒന്നുമില്ല. അപ്പൊ ബേസിക്കലി നമ്മളിങ്ങനെ ഒരു ഫ്രണ്ടിന്റെ സ്പേസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്നൊരു ഒച്ച കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടായിട്ടിരിക്കണ ചുമ്മാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്, നിങ്ങൾ കിടന്ന് ഒച്ച ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് രാത്രി അപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ സംസാരിക്കും, ഒച്ച എന്തായത് ഈ ഒച്ചാന്ന് നോക്കി. പിന്നെയാണ് നമുക്ക് അപ്പൊ നമ്മൾ ആദ്യം ഒന്നും മറ്റേ ദൈവം ഇതെന്ത് കൊണ്ടാരാണ് രാത്രി എന്ന് പറഞ്ഞൊരു ആക്ച്വലി ലേറ്റ് നൈറ്റ് സീരിയസ് കോൺവെർസേഷനാ. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഒച്ച കേട്ടോണ്ടിരിക്കും അല്ലേ? കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. നേരത്തെ സൂചന തന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി. പിന്നെ കുറെ പേടിച്ചിട്ടുണ്ട്. അല്ല, അത് കുറച്ച് നേരത്തേക്ക് ഞാൻ വിചാരിക്കണ ഇവൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ചുമ്മാ നമ്മളൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട് ഇതാക്കാൻ ഞാൻ. പിന്നെയാണ് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായി വേറെ പരിപാടികളാണെന്നുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പേടിച്ചത് അതാണ് പെട്ടെന്ന് തോന്നുന്നത്. ഇവിടെ എന്താണ് സഭയ്ക്ക് പ്രേതം അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയല്ല. സ്കൂളുകളിൽ ഹോംവർക്ക് ഒക്കെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ടീച്ചർ വരുന്നതിന് മുൻപ് ഒരു പേടി ഉണ്ടാവും. അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ തല്ല് കിട്ടുമെന്നൊക്കെ ട്യൂഷനൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തല്ല് കിട്ടുന്ന വീട്ടിൽ നിന്ന് തല്ല് കിട്ടുമെന്നുള്ളത്. ഞാൻ ഒരു ദിവസം അമ്മയച്ഛനൊക്കെ പണിക്ക് പോയി, നമ്മൾ സ്കൂളില്ലാത്ത ദിവസമാണ്, എല്ലാവരും പണിക്കൊക്കെ പോയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നെ സിനിമയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. ഒന്നാമൻ എന്ന് പറഞ്ഞ പടം. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ തിയേറ്ററുണ്ട്, നടന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ സിനിമ കാണാമെന്നുള്ള മൂഡിൽ നിന്നുകൊണ്ട് അവൻ്റെ കൂടെ പോയി. പടം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇരുട്ടായിരിക്കുന്നത്. ലേറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു 5 അമ്മയൊക്കെ പണിമാർ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്നതാ, വിളക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റു വെള്ളമൊക്കെ കോരി സെറ്റുകൾ ഉണ്ടാകേണ്ടതാ. ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇരുട്ടാവുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇരുട്ടായപ്പോഴത്തേക്ക് എനിക്ക് പേടി തുടങ്ങി. വീട്ടിലെത്തിയിട്ടുണ്ടാവോ, ഞാൻ സിനിമയ്ക്ക് പോയി എന്ന് അവരറിയുന്നുണ്ടാവോ. എന്നിട്ട് ഞാൻ ആ തിയേറ്റർ തൊട്ട് വീട് വരെ എത്തുന്ന സമയത്ത്, ഞാൻ വിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാരില്ലേ, നീ എവിടെയായിരുന്നു, നിന്റെ അച്ഛൻ തെരഞ്ഞിട്ട് എവിടെയെല്ലാം നടക്കുന്നു, നീ അങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓരോരോ വീട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറച്ച് അങ്ങനെ കയറി ചെന്നിട്ടുണ്ട്.
പൊക്കി എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്തായി? പിന്നെ നല്ല പട കിട്ടി. ആണല്ലേ. മീനാക്ഷിയുടെ ഏറ്റവും കൂടുതൽ ജോലി ഹൊറർ സ്റ്റോറി എന്തെങ്കിലും? എന്റെ അമ്മുമ്മ പോക്കാണോ? അതെ, അത് വേറെ എന്തെങ്കിലും അത് നിങ്ങളല്ലേ കേട്ടെ. വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒരു ഇന്റർവ്യൂ, ഇത് എല്ലാരും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പേടിച്ചു തൂറിയ കഥകളെ പറ്റിട്ട് ഞാൻ വേറെ വേറെ കഥയാ പറയുന്നത്. എനിക്ക് ആകെ ഒരു പേടിച്ചു തൂറിയ കഥയും കൂടെ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം, പാലാരിവട്ടത്ത് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ബസ് കയറി ചെമ്പുമുക്ക് പോകണം. ബസ് കയറുന്നതിന് തൊട്ട് മുന്നേ 2 ചേട്ടന്മാർ അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഓക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര സുന്ദരിയല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി, ഇവർ ഓരോ സ്റ്റോപ്പിൽ അത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ബസ്സിലല്ല, ഇവര് ബൈക്കിന് വരിക. അപ്പൊ ഓരോ സ്റ്റോപ്പ് നിർത്തുമ്പോഴും എന്നെ ഇങ്ങനെ നോക്കുക, ഓരോ സ്റ്റോപ്പിൽ വന്നിട്ട്. അപ്പൊ പിന്നെ മനസ്സിലായി ഫോളോ. അത് എനിക്ക് ഞാൻ അന്ന് 10th എന്തോ ആണ്. അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലല്ല സ്റ്റോപ്പിൽ ഇറങ്ങി വീട് വരെ നടക്കണം. ഒരു 5 മിനിറ്റ് വോക്കാണ്. ഇവർ ഫുൾ ഇങ്ങനെ എൻ്റെ പുറയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു കാര്യം ആ ഒരു പ്രായത്തിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ ഫോണൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ഫോൺ കൊടുത്തപ്പോൾ അവരങ്ങ് പോയി. അത് ഇങ്ങനെ എല്ലാ ഗേൾസും എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇതിലൂടെ കടന്നു പോകും. അപ്പോൾ അവരുടെ ഒന്ന് ഫേസ് അതിങ്ങനെ പോകത്തില്ല. അത് ഭയങ്കര ഒരു പേടിപ്പെടുത്തിയ ഒരു സാധനം. എനിക്ക് ഇതല്ല, പക്ഷെ ഇതിൻ്റെ ഇത് ഞാൻ അങ്ങനെയല്ല ഞാൻ പറയണേ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന്, അപ്പോൾ ഞാനും വേറൊരു കുട്ടി, എനിക്ക് പരിചയമില്ലാത്തൊരു കുട്ടി, പെൺകുട്ടി, ഞങ്ങളൊരു ബസ്സിൽ കയറി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ ഒരു മറ്റെന്താ ഈ ട്യൂഷൻ പോലത്തെ ഒരു പരിപാടിയിൽ നിന്ന് ഇപ്പം പരിചയമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കുറേ പേരുണ്ട്, നടന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ ബസ്സിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പോകണില്ല, കുട്ടിയും പോകണില്ല, അങ്ങനെ ഒരേ ബസ്സിൽ തന്നെയാണ് കയറുന്നത്. എന്നിട്ട് ബസ് സ്റ്റോപ്പ് ഞാനോർത്തപ്പോൾ കുട്ടി എവിടെയെങ്കിലും ഇറങ്ങായിരിക്കും. എൻ്റെ വീട് കുറച്ച് അറ്റത്താ, ഈ കുട്ടി ഇറങ്ങുന്നില്ല. കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ഈ കുട്ടി ആദ്യം ഇറങ്ങി. ഞാൻ മറ്റേ പേടിച്ചത് ഈ സ്റ്റോപ്പിലെങ്ങാനും ഇറങ്ങി കഴിഞ്ഞ് കുട്ടി വിചാരിക്കില്ലേ ഞാൻ ഈ കുട്ടീനെ ഫോളോ ചെയ്യുമെന്ന്. ഞാനൊരു സ്റ്റോപ്പ് മാറി ഇറങ്ങിയിട്ട് നടന്നു പിന്നെ വീട്ടിൽ. അല്ല വെറുതെ ഇനിയിപ്പോ തെറ്റിദ്ധരിക്കണ്ട. ഈ കഥയുടെ നേരെ ഓപ്പോസിറ്റ് കഥ. ഞാന് പേടിച്ചിട്ടുള്ളത് കോളേജില് ഭയങ്കരമായിട്ട് സപ്ലി ഒളിപ്പിച്ചു വെച്ച മൊമെന്റ് വീട്ടില്. അത് PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ അത് വന്ന് ടീച്ചർമാർ പറയുന്ന മൊമെന്റ്. എനിക്ക് മീനാക്ഷി അതൊക്കെ അനുഭവിക്കണം മീനാക്ഷി. എനിക്ക് സ്കൂളിൽ ഇതുപോലെ മറ്റേ അമ്മ ടീച്ചറാണ്, അമ്മ മാത്സാണ് പഠിപ്പിക്കുന്ന +1 +2. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു 7ലോ 8ലോ ഒക്കെ എന്തോ 8ആന്ന് തോന്നുന്നു, 7ആന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തോ ഒരു ഓണപ്പരീക്ഷ ഇതിനൊക്കെ മാർക്ക് കുറവ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടിയോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയിട്ടില്ല, മറ്റേ റിപ്പോർട്ട് കാർഡ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതോ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വേറെ എന്തോ ആവശ്യത്തിന് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ആ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു കിട്ടിയില്ലോ, അതൊക്കെ ഒപ്പിട്ട് കൊടുത്തല്ലോ എന്ന്. ഞാൻ വീട്ടിൽ ഇതായിട്ട് വെച്ചേക്ക അത് പൊക്കി. ഞാൻ ഇതേപോലെ മറ്റേ പ്രേതകഥയല്ല, ദൈവത്തെ പേടിച്ചിട്ടുള്ള കഥ. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് പുറകിലൊരു പറമ്പുണ്ട്. പറമ്പിൽ അവിടെ ഒരു പഴയൊരു തറവാടും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ തറവാടുമായിട്ട് ചേർന്നിട്ട് ഓരോ ഞാവൽ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ഒരു കല്ലും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങൾ, ദേവികൾ. പണ്ട് അവിടെ തറയൊക്കെ കെട്ടി അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, മണ്ണും ചുമരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട് നമ്മൾ കൊച്ചിലെ തൊട്ട് കാണുന്നതാണ് ഈ ഒരു. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു, എന്താ ഞാവൽപ്പഴം പിറക്കുന്നു, ഞാവൽപ്പഴമല്ല മറ്റൊരു ചെറിയൊരു കറുത്ത ചെറുത് ഞാവലല്ല, കറുത്തൊരു പഴം, അതൊക്കെ പെറുക്കി കഴിക്കാൻ. ചെറുപഴം. ചെറുപഴോ? ഒരു കറുത്തൊരു മരം, അത് തെറ്റിക്കല്ലേ. അപ്പൊ അതൊക്കെ പെറുക്കി കഴിക്കും, അതിന്റെ ചുവട്ടിലൊക്കെ ആയിരിക്കും കളിയും ഇതൊക്കെ. അപ്പൊ നമുക്ക് നല്ല ഫെമിലിയർ ആ പ്രതിമ ഇതൊക്കെ. അപ്പൊ നമ്മള് പിന്നെ കളിയുടെ ഇതൊക്കെ മൂക്കുന്ന സമയത്ത് മണ്ണാങ്കട്ടയൊക്കെ ഇല്ലേ, ദൂരെ ഒന്ന് ഉന്നം പിടിച്ചിട്ട് ഈ
ഈ പ്രതിമയിലോട്ടൊക്കെ ആയിരിക്കും എറിഞ്ഞ് കളിക്കുന്നുണ്ടാവുക. അങ്ങനെ പിന്നെ കല്ലിന്റെ ഒക്കെ ഇങ്ങനെ ത്രികോണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്ത് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. നല്ല ഇതിലോട്ടൊക്കെ നമ്മൾ എറിഞ്ഞ് ഉന്നം പിടിച്ച് കളിക്കുന്നു. സോറി ഞാൻ ഒന്ന് കഴിക്കാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ വിശന്നിട്ട് കഴിക്കാൻ നോക്കി വാ പൊള്ളി. അയ്യോ ഈ കഥയെ ബാധിച്ചപ്പോ എന്തെങ്കിലും പെട്ടെന്ന് പൊള്ളിയതാണോ നമ്മൾ പറഞ്ഞത്? എറിയുന്ന ആ സംഭവം ദേവിയുടെ കാര്യം പറഞ്ഞപ്പോ വാ പൊള്ളുന്ന പുള്ളിയുടെ അതെന്തെങ്കിലും കണക്ഷൻ കാണും? എന്നിട്ട് നായകന്റെ വാപുള്ളി. അപ്പം ഇത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എന്താണ് മറ്റേ കുടുംബക്കാരൊക്കെ കൂടൂലേ, കൂടിയിട്ട് എന്തൊക്കെ ആയിട്ട് ഈ നമ്മൾ ഈ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇവർ ചെത്തി വെടുപ്പാക്കുന്നു. മറ്റേ വരുന്നു, മറ്റേ ദർശനം വയ്ക്കാൻ പോറ്റി വരുന്നു, മറ്റേവർ വരുന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ ഇട്ട് വന്നിട്ട് ദേവി ഭയങ്കര കോപത്തിലാണത്. അപ്പൊ നമ്മള് കൊച്ചുകള് ഫ്രണ്ടിലിരുന്ന് ശമ്പളം പറഞ്ഞുകൊണ്ട് ഇവര് പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം ഇങ്ങനെ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ദേവി ഇരുത്തുന്നതിൽ ദേവി ഭയങ്കര ഇതുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെയാണല്ലോ ഉന്നം പിടിച്ച് ഇതുണ്ടായിരുന്ന കൊച്ചിലുള്ള ഇതാട്ടോ. നമുക്കിനി എന്തെങ്കിലും പറ്റുമോ പേടിയും കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ മദ്രസ ക്ലാസ്സിൽ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഓതാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കും. അപ്പൊ അവിടെ ഓദിപ്പിക്കുന്ന ഉസ്താദ് നമ്മളോട് ക്രിക്കറ്റ് കളിക്കും. പുള്ളിക്കും താല്പര്യമില്ല പഠിപ്പിക്കുന്നതിൽ. അപ്പം ഭയങ്കര കമ്പനിയാണ്. അപ്പൊ നമ്മൾ കബറിന്റെ മണ്ടയിൽ നിന്ന നമ്മള് ഈ അതിന്റെ മണ്ടയിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന. അപ്പൊ ഈ ക്യാച്ചൊക്കെ എടുക്കുന്ന അതിന്റെ മണ്ടയിൽ മണ്ണിലൊക്കെ പോതഞ്ഞ. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ കൊച്ചു കാലത്താണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ അതൊരു പറഞ്ഞു വന്നപ്പോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി. ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ഇനി ദേഹത്തും എല്ലാം കയറി കാണുമോ എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഒരു ടെൻഷനൊക്കെ. പറഞ്ഞു വാ, ഫ്രഷ് സാധനം വരട്ടെ. ഫ്രഷ് തീർന്നു. ഞാൻ കോൾഡ് ഡേയ്സ് കണ്ടു കഴിഞ്ഞിട്ട് മറ്റേ ഫ്രിഡ്ജിന്റെ അകത്ത് അപ്പൊ ഈ ഇലക്ട്രോണിക് ഡിവൈസ് ലൈറ്റ് ഇതൊക്കെ ഇതാവുന്നുള്ള സംഭവം മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പൊതുവെ പ്രേതപ്പടം കാണാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാ. ഇത് ഹൊറർ കോമഡി ആണല്ലോ, അപ്പൊ കുഴപ്പമില്ല. മറ്റേ എനിക്ക് ശരിക്കും സീരിയസ് പ്രേതപ്പടങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല, ഭയങ്കര പേടിയായോണ്ട്. ചില ത്രില്ലർ പടങ്ങൾ കണ്ടിട്ട് നമ്മൾ ശരിക്കും പേടിക്കാറ്, ഹൊററിനേക്കാളും കൂടുതൽ. രാക്ഷസൻ നീ നേരത്തെ എന്റെ അത് മതി. കഥ പോലും പറഞ്ഞില്ല. എന്നെ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നെ മൊത്തത്തിൽ കട്ട് ചെയ്ത് പുള്ളിക്കാരൻ. അതെ എന്നെ സംബന്ധിച്ചില്ലെങ്കിൽ ഈക്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ കോൾഡ് ഡേയ്സ് വീണ്ടും പോയി രാക്ഷസൻ കണ്ടിട്ട് കോൾഡ് ഡേയ്സ് കണ്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാനിങ്ങനെ എൻ്റെ ഹോളിക്കോടെ നടക്കുക. അപ്പൊ റിസപ്ഷനിൽ നിന്ന് എൻ്റെ ഷൂട്ടിൽ അങ്ങനെ എന്തുവാ, അപ്പൊ റിസപ്ഷനിൽ നിന്ന് കീ മേടിച്ചിട്ട് വേറെ ആരും ഇല്ല, നമ്മള് ഒരു ഉള്ളിട്ട് എവിടെയുള്ളൊരു സ്ഥലത്തെ ഷൂട്ട്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ റൂമിട്ട് നടക്കുക. അപ്പൊ ഞാൻ റൂമിട്ട് നടക്കുമ്പോൾ ലൈറ്റ് ഇല്ല. ഞാൻ വരുമ്പോഴത്തേക്ക് ലൈറ്റ് ആണോ, എന്നിട്ട് ഞാൻ നടന്ന് കുറച്ച് പോകുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ഓഫ്, എന്നിട്ട് അടുത്ത ലൈറ്റ് ആണോ. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ എന്നിട്ട് ഭയങ്കര പേടിയിലായിരുന്നു കിടന്നൊക്കെ ഇറങ്ങി. അപ്പൊ ഞാനിങ്ങനെ അടുത്ത ദിവസം ചെന്നപ്പോൾ ഒരു സെറ്റിലൊരു പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞില്ല, അവിടുത്തെ ലൈറ്റ് മറ്റേ എന്താ മോഷൻ സെൻസർ ഉള്ളത്, അപ്പം നടന്നു പോകുന്നതിനനുസരിച്ച് കത്തിയതോ വേറൊന്നുമില്ല. ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ? ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്? അങ്ങനെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, അങ്ങനെ. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര അധികം പോസിറ്റീവായുണ്ടോ നീ? പറ്റണ്ടേ? നിനക്കുണ്ടോ? ഒരു സമയത്തൊക്കെ നമ്മൾ അങ്ങനെ എന്താണ് പേടിച്ച് അങ്ങനെ വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കുമ്പോഴൊക്കെ അങ്ങനെ ഇതാവുള്ളൂ. കൂടെ എപ്പോഴും ആളുണ്ടല്ലേ? എപ്പോഴും കൂട്ടത്തില് ഉള്ളുമ്പോ ഉണ്ട്, അല്ല കൂട്ടത്തിൽ എപ്പോഴും ആളുണ്ട്. മാത്യു, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു മൊമെന്റ് ആയിരുന്നു ലിയോ സിനിമയിൽ അഭിനയിച്ചു. ആ ഒരു കോള് ശരിക്കും എങ്ങനെയായിരുന്നു? അത് എങ്ങനെയായിരുന്നു സംഭവം? വിജയ്, ലോകേഷ്. അതെ ഏത് പടം കണ്ടിട്ടാ ലോകേഷ് വിളിക്കുന്നത്? അല്ല, അവര് കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട്. വിജയുടെ മുഖം സാദൃശ്യം. അതായിരുന്നു മെയിൻ കാരണം. ഈ പറഞ്ഞ പോലെ സാറിന്റെ മോനായിട്ട് ആണ് കാസ്റ്റ് ചെയ്തോണ്ടിരുന്നത്, അമ്മയായിട്ടും. അതെ അതെന്തോ അമ്മയായിട്ട് അഭിനയിക്കാൻ കുറച്ച് അതെ അത് നോക്കും. അത് മറ്റേ തമാശ രീതിയിൽ അങ്ങനത്തെ ഒരു ചർച്ചകൾ തമാശ രീതിയിലായിരുന്നു. അതെ അത് റിപ്പോർട്ടറൊക്കെ എടുത്തിട്ട് മറ്റേ ന്യൂസ് ആയിട്ട് തൃഷ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശയ്ക്ക് പുള്ളിക്കാരൻ ന്യൂസ് മാത്രമല്ലേ വായിച്ചുള്ളൂ, അത് നമ്മളാ പൊളിച്ചിട്ട് പരിപാടി അറിയാലോ. അപ്പൊ നമ്മളാ കോമഡി പരിപാടിയിലാണ് അത്. അല്ല അങ്ങനെ
തൃഷ മാം എൻ്റെ അടുത്ത് ഇങ്ങനെ ശരിക്കും എനിക്ക് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, ഇത്രയും വലിയൊരു എന്നുള്ളത് താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ആയതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ഞാനും ചോദിച്ചു അവരുടെ അടുത്ത്, ശരിയല്ലേ എങ്ങനെയാ മറ്റേ ആൾക്കാർ വിശ്വസിക്കുക തൃഷ എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതിനെ പറ്റി ഭയങ്കര തമാശ രീതിയിലാണ് ഞാനും മാമും സംസാരിച്ച ഒരു ദിവസം. അപ്പം ഞാനതിങ്ങനെ പൊളിച്ച് ഇതേപോലെ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ സംസാരിച്ചാണ്. അപ്പോൾ അത് മറ്റേ റിപ്പോർട്ടറൊക്കെ എടുത്തിട്ട് മറ്റേ ന്യൂസൊക്കെ ആക്കുന്നുണ്ട് ആൾക്കാർ. ഈ ലോകേഷ് വിളിച്ചിട്ട് ഇങ്ങനെ അതെ അതെ അല്ല പ്രൊഡക്ഷൻ എന്നാണ് വിളിച്ചത്. എന്നിട്ട് ഒരു ദിവസം പോയി കണ്ടു. ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഒരു സ്വപ്നം പോലെ ഡെഫിനറ്റ്ലി 100% ഞാൻ ആ സത്യം പറഞ്ഞ ആദ്യമായിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി ആരോ വിളിക്കണേന്ന് വിചാരിച്ച്. പക്ഷെ ഈ പറഞ്ഞ പോലെ പോയി കണ്ടു എല്ലാം. എന്ത് ഭാഗ്യം നോക്കണേ. നല്ല ഭയങ്കര അടിപൊളി മൊമെന്റ് ആയിരുന്നു. അതിൽ നിന്നാണോ ഇപ്പൊ ധനുഷിന്റെ ഇതിലേക്ക്? അല്ല അത് അല്ലാണ്ട് വന്നത്. അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പേ ധനുഷ് സിനിമ അല്ല വിളിച്ചായിരുന്നു അവര്. തമിഴ് സിനിമ അപ്പം തമിഴ് മലയാളം ഇപ്പം ഏതിലാ കൂടുതൽ കോൺസെൻട്രേഷൻ? മലയാളം ഞാൻ 2 സിനിമകൾ ചെയ്തിട്ടില്ല. ഇങ്ങനെ കേൾക്കുന്നു? ഇല്ല കേൾക്കണ ആര് കേട്ടു? ഞാനിങ്ങനെ കേട്ട ചിലപ്പോ ഒന്ന് അറിയുമ്പോ എന്റെ അടുത്തും പറയണേ. ശരിയാവാണെങ്കിൽ എനിക്ക് ട്രീറ്റ് നടത്തണേ. ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കണേ. ഹലോ അണ്ണേ വണക്കം. വേറെ ഏതെങ്കിലും ലാംഗ്വേജിലൊക്കെ കോഴ്സോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ട്? ഇല്ല. ഞാൻ കാട്ടാകുസ്തി എന്ന് പറഞ്ഞ പടത്തില് ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ടോ? ചെറുത്. അത് ലാസ്റ്റ് ഒരു എന്താ മറ്റേ ബോക്സിംഗ് പരിപാടി നടക്കുന്നില്ലേ, അപ്പൊ അതിന്റെ റെഫറി അല്ല അനൗൺസ്മെന്റ് ചെയ്യുന്ന ഗാലറി ശ്രദ്ധിക്കുന്ന ക്യാരക്ടറൊന്നും അല്ല. അതിലെങ്ങനെ കോള് വന്ന് അതെങ്ങനെ അതെന്താ ചെയ്യാൻ അങ്ങനെ ഒരു ഇത് തമിഴ് ഇൻഡസ്ട്രിയിൽ വെക്കാം, കാലെടുത്ത് വെക്കാം? അങ്ങനെ കാലെടുത്ത് വെക്കാം അല്ല. ജാനമൻ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആ പടത്തിലൊരു മലയാളി AD ഉണ്ടായിരുന്നു. അപ്പം ഈ ഗുസ്തി ബോക്സിംഗ് നടക്കുന്നത് പാലക്കാട് വെച്ചിട്ടാണ്. അങ്ങനെയാണ് അവരുടെ കഥയിൽ, അങ്ങനെ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ജാനമൻ പാലക്കാടൻ ഭാഷയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നെ അങ്ങനെ ക്യാരക്ടർ മലയാളിയായിരുന്നു. മലയാളി. ഇപ്പൊ നമ്മള് അവിടെ വെച്ച് നടക്കുന്നതിന് അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് പറയത്തില്ല. അപ്പോൾ അതുപോലെ അവരവിടെ വന്നു അത് ജയിപ്പിച്ചു. അതിൽ അവസാനത്തിൽ അങ്ങനെ അറിയാലോ. അപ്പൊ ആ പരിപാടി പിന്നെ ഞാൻ അവിടെ മലയാളത്തിൽ അനൗൺസ് ചെയ്തു, പോയിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തു, പടം ഇറങ്ങിയപ്പോ തമിഴില് അവര് അത് മലയാളം മനസ്സിലാവുന്നില്ല. ഞാൻ അത്രയും ഫാസ്റ്റ് ആയിട്ടല്ലേ മനസ്സിലായി. പിന്നെന്തിനാ തോക്ക് അല്ല അത് ചെയ്തു നോക്കി. പിന്നെ അത് ഇവിടെ വേറെ ലാംഗ്വേജസ് ഇല്ലില്ല, ആദ്യം ഇവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. അടുത്ത പടം എന്തെങ്കിലും കമ്മിറ്റ് ആയോ? ആയി വരുന്നു. അത് പറയാറായോ? ഇല്ല. വമ്പൻ സാധനമാണോ? അറിഞ്ഞൂടാ. ഈ സിനിമയിലെ അവര് പറയും ഇതിന് കോള് വന്നിട്ട് എല്ലാം സെറ്റാണ്, പക്ഷെ അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഈ വാഴറ്റൂനെ പറ്റിയാണോ ചോദിച്ചത്? അതിട്ടാണ് എത്തിക്കാൻ നോക്കിയത്? അല്ല വാഴറ്റൂന്ന് ഞാൻ ചിന്തിക്കുന്ന പോലും എനിക്കറിയില്ല. വാഴയിലുണ്ടല്ലോ, അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയതാണോ? അതിന്റെ ഷൂട്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ കുറെ മീമുകൾ നമ്മളെ കളിയാക്കിയൊക്കെ ചിലപ്പോ വരാറുണ്ട്. ചിലപ്പോ പോസിറ്റീവ് ആയിരിക്കാം, നല്ലതായിരിക്കാം. ഇവിടെ എന്തെങ്കിലും വാഴയിൽ അഭിനയിച്ചപ്പോഴും എന്തെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ്? മറ്റേ ആ ചായ കുടിക്കാൻ പോകുന്ന ഒരു സംഭവം ഇല്ലേ, അതെന്തിനാ അവള് രാത്രിയില് അമ്പലത്തിൽ പോയിട്ട് പഴവും പൊരിയും മാത്രമല്ല അവിടെ ചായക്കടയൊന്നും ഇല്ലേ, ആ നാട്ടിൽ ചായക്കടയൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ബ്രോമൻസ് ഭയങ്കര കുറെ മീമുകളൊക്കെ ട്രോളുകൾ, തെറിവിളികൾ, അങ്ങനെ കുറെ സാധനങ്ങൾ. അത് നമുക്ക് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ല മാത്യുവിന് അത് ആ മീമിനെ പറ്റിയിട്ടൊക്കെ കണ്ടപ്പോ ഭയങ്കര ഡൗൺ ആയോ? എങ്ങനെ ഡൗൺ ആയി? മനസ്സിലായി. തെറി വിളിച്ച ഉറപ്പായിട്ടും അത് ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന സഭ എന്റെ വീഡിയോസ് ഞാൻ ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് അതിൽ വരുന്ന നെഗറ്റീവ്സ്. അമ്മ പ്രസന്റ് ആയിരിക്കും, അച്ഛൻ പ്രസന്റ് ആയിരിക്കും, കുടുംബത്തിൽ ഒരുപാട് ഫേസ്ബുക്കിലാണ്. അല്ല നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോകുന്നുണ്ടോ? വേണ്ടല്ലോ, അവരെടുത്തോളൂ. ഭയങ്കര ഒരു അത് കാണുമ്പോഴേ നെഗറ്റീവ് അടിക്കും ബ്രോ. പക്ഷെ നെവർ മൈൻഡ് എന്ന് പറഞ്ഞ അങ്ങോട്ട് മുന്നോട്ട് പോവാന്ന് പറയുന്ന സാധനം നമുക്കെന്നാ. അതല്ല ഞാൻ പറയുന്ന പോലെ നമ്മള് ഇപ്പൊ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാവരും കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നു. പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ വളരുന്ന മുതലേ കാണുന്ന സിനിമയിൽ വർക്ക് ചെയ്യാത്തവരും അല്ല, ഞാൻ പറഞ്ഞപ്പോൾ സിനിമ കാണുന്ന ഓഡിയൻസ് ആണെങ്കിലും
ചെറുപ്പം മുതലേ ഇവർ കണ്ടു. അപ്പോൾ അവർക്ക് ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. അപ്പോൾ അവർക്കതിൽ പറയാനുള്ള നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത് എങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് നന്നാക്കിയാൽ കൊള്ളാമായിരുന്നു അങ്ങനെ വല്ല തോന്നലും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും ചെയ്തു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പറയാമല്ലോ. നമ്മൾ ആ സമയത്ത് എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനവും അല്ലെങ്കിൽ അതെല്ലാം ആ സമയത്ത് അങ്ങനെ ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നമുക്കത് വർക്കാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ചെയ്തത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ. അത് ഇഷ്ടം ഈവൻസേ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഇതൊരു ഭയങ്കര ഓവറാണ്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്, ഈ ചെക്കൻ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജെന്യൂനായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒക്കെ കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റുകളുടെ അടിയിലൊക്കെ കമൻറ്റുകൾ വരാറുണ്ട്. അല്ല ഇത് എനിക്കങ്ങനെ ഓവറായിട്ട് തോന്നിയില്ല, അപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ പറയുകയും. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ബ്രോ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്, ഞങ്ങൾക്ക് വർക്കായി ബ്രോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ പിന്നെ എന്താ ഒരു ഇതെന്ന് വെച്ചപ്പോൾ എനിക്ക് എന്താ നമ്മൾ ആ സമയത്ത് എല്ലാം നമ്മൾ ജെന്യൂനായിട്ട് തന്നെ ചെയ്തു. നമ്മളങ്ങനെ ഇത് അങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ അതെന്താന്ന് വെച്ചാൽ ഞാനിതെങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കത് ന്യായീകരിക്കുന്നുണ്ട്. നമുക്കൊരു സാധനം ചെയ്തിട്ട് അത് പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ കിടന്ന് ഇങ്ങനെയല്ലാതെ എങ്ങനെയായിരുന്നു, പിന്നെ ഇത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്നുള്ള സാധനം വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയല്ല, ഒരു പെർഫോമൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർക്ക് വ്യാഖ്യാനിക്കാനും ഇത് ചെയ്യാനും ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പം നമ്മളതിൽ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവനും ആരെയും ഇഷ്ടമല്ല, അവനങ്ങനെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നില്ല. എന്തപ്പം അങ്ങനെ കുറച്ച് കൂട്ടത്തിലൊക്കെ ഭയങ്കര ഓവറായിട്ട് മറ്റേ എന്താ എന്നൊക്കെ കാണിക്കും, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പയ്യനാണ്. അപ്പോൾ അത് കുറച്ച് ജെന്യൂനിറ്റി കൂടിപ്പോയി. അവന്റെ ചുറ്റുമുള്ള ക്യാരക്ടർ എന്തായാലും ഡിസ്റ്റർബ്ഡ് ആണ്. അതെ. അപ്പൊ ഇപ്പൊ അർജുൻ ചേട്ടനും സംഗീതനൊക്കെ പറഞ്ഞു ഇവൻ ഈ സ്റ്റോപ്പ് തോറും കിടന്ന് കാണിക്കുന്നേന്നുള്ളത് പറയുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ അത് ആൾക്കാർക്ക് അതേപോലെ അതേ ആഴത്തിൽ കിട്ടി. അപ്പൊ അത് എനിക്കും കൂടെ കിട്ടി കുറച്ചും കൂടെ. അപ്പൊ അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി. മീനാക്ഷി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിമിഷ്, അതിൽ അമിത് എന്ന് പറയുന്ന ക്യാരക്ടർ. അമിത്തൊക്കെ എന്റെ വീടിന്റെ അടുത്തായിരുന്നു, അമിത് രാജേശ്വരൻ. അമിത്തിന്റെ വാഴയില് ഭയങ്കര ആ സീന് OTT-ലൊക്കെ ഭയങ്കര മീമുകൾ വന്നതാണ്. എന്തോ ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് കുറെ മീമുകൾ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായിരുന്നു അമിത്തിന്റെ കാര്യം. പക്ഷെ അമിത്തിന്റെ രീതി അതാ ഇപ്പൊ അമിത് ഡീൽ ചെയ്ത ആ രീതി. അപ്പൊ അവനൊരു പോസ്റ്റ് ഇട്ടു, ഐ ആം ഓൺ എയർ. ഇപ്പൊ അവൻ ഡീൽ ചെയ്തായാലും ഭയങ്കര മെച്ചോർഡ് രീതിയിലാണ് അവൻ ഓഡിയൻസിന്റെ അടുത്ത് അതിനെ കുറിച്ച് പറഞ്ഞ. അമിത്തും ഭയങ്കര മെച്ചോർഡായിട്ടാണ് ഇവരെല്ലാരും ഡീൽ ചെയ്യുന്നത്. ആസ് ആക്ടേഴ്സ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പല സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത്. പക്ഷെ അത് കണ്ടപ്പോ മാത്യുവിന്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, മാത്യു ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അത് മനുഷ്യരാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോഴേ സിനിമയാകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എത്ര വർക്ക് ഡൗൺ ആവും, പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. അതാണ് ലൈഫ് അല്ലേ. അവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നു. എപ്പോ വേണേലും എനിക്കും ആർക്ക് വേണേലും പണി. ഇത് ഫേസ്ബുക്കിൽ ഞാൻ ഇടില്ല. മീം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ചെയ്തതൊക്കെ സേഫ് ആയിട്ട് പോയിട്ടുള്ളൂ. അല്ല, നമ്മൾ ഈ പറഞ്ഞത് മറ്റേ നെഗറ്റീവ് കാര്യങ്ങളെ പറ്റി മാത്രം സംസാരിച്ചു. പക്ഷെ കുറെ അധികം നല്ല സാധനങ്ങളും വരാറുണ്ട്. അത് പറയാണ്ടിരിക്കുന്ന ശരിയാണ്. നല്ല അത് ഭയങ്കരമായിട്ട് കത്തി കയറിയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് നോക്കുക കൂടുതൽ, നെഗറ്റീവ് ആ ഒരു രീതി കണ്ടാൽ മതി. എല്ലാം ഉണ്ടാവും ജീവിതം, പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. ഈ പൊളിശരത്തെ ട്രാക്ക് മാറ്റിപ്പടി ആ സാധനം ഈ ഒരുപാട് ട്രാക്കിലൂടെ ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുറെ പടങ്ങളില് ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത് അല്ലേ, മെയിൻ ആയിട്ട് അല്ലേ? എല്ലാ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ എൻഡ് ഓഫ് ദി ഡേ ഞാൻ നോക്കുന്നത് നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ലവ്ലി എന്ന് പറയുന്ന പടം അത് ഇപ്പൊ വന്നപ്പോൾ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഒരു ഈച്ച, സംസാരിക്കുന്ന ഒരു ഈച്ച, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒക്കെ ഭാഗമാവാൻ പറ്റുക. അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം അവിടെ അങ്ങനെ ഒരു കോ ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ആസ് ആൻ ആക്ടർ നമ്മൾ ഭയങ്കരമായിട്ട് രസിപ്പിക്കുകയും ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ ആക്ച്വലി. പക്ഷെ അതെന്താ ഓഡിയൻസിട്ട് എത്തിയപ്പോൾ നമ്മൾ ബാക്കി ഉള്ള ഇതിലും ഈ ഇതിൻ്റെ മെയിൻ കോറിലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോയ കുറേ ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത്രയും തോട്ട് ആ ഏരിയകളിലിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ അത് നമ്മളെ ബാധിച്ചു. അപ്പോൾ അത് സംഭവിക്കും സിനിമയിൽ. നമുക്ക് 100% ഇത് വർക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് 100% വർക്കാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്.
ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. ചില സമയത്തെ സഭ സിനിമകളിൽ കാണുന്നതാണ് ഈഗോ ക്ലാഷസ് ചിലപ്പോൾ ഉണ്ടാവാം സിനിമ ഇൻഡസ്ട്രിയിൽ. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വശമായിട്ട് പറയുകയാണെങ്കിൽ സഭയ്ക്ക് മാത്യുരെ തോന്നിയിട്ടുള്ള ഒരു ഈഗോ, പോസിറ്റീവ് ഈഗോ എന്താണ്? എനിക്ക് ഇവനെ പോലെ ആയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നൊരു എന്തായിരിക്കും അത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അനലൈസ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും നല്ല മെച്യൂർഡ് ആയിട്ട് എന്നെക്കാളും. ആണോ? 23 എത്ര വയസ്സുണ്ട്? 23 വയസ്സില് എന്റെ വയസ്സ് അതിനേക്കാൾ 30 ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഈഗോയോടുന്നു. സഭയെ കാണുമ്പോ അത്രയും വയസ്സൊന്നും തോന്നില്ല. അതവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മുടെ മനസ്സിലായി. അങ്ങനത്തെ ഒരു ഈഗോ. മീനാക്ഷിയുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് മിങ്കിളാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ നല്ല ഒരു എനർജി കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി പെട്ടെന്ന് നമ്മളോട് ജെല്ലാവുകയും ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ അതും വളരെ പുറകിലാണ് എൻ്റെ. എനിക്കുണ്ട് അത്. കാരണം ഇപ്പം മീനാക്ഷി ഇപ്പം നമ്മളെ കണ്ട ഫസ്റ്റ് ഡേ തന്നെ മീനാക്ഷിയും നമ്മളായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇന്നാളൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും പോയിട്ട് ഭയങ്കര ഓണായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്കത് പറ്റില്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ട് നമ്മൾ കംഫർട്ടബിൾ ആണ്, പക്ഷെ എന്നാലും നമ്മളൊന്ന് ഒരു അടുപ്പം വരാനായിട്ടൊരു 2-3 ദിവസം എടുത്തു. പക്ഷെ മീനാക്ഷി ഭയങ്കര അത് എനിക്ക് മീനാക്ഷിയിൽ ഭയങ്കര അതാണ് ഈഗോ ആയിട്ട്. ഇവരില് എന്തെങ്കിലും സഭയുടെ ടൈമിങ്, സഭയുടെ ഒരു സംഭവം ഉണ്ട്. സഭ കൂടുതലൊന്നും സംസാരിക്കില്ല, സഭ അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ സംസാരിക്കുന്ന സാധനം അതിന്റെ സമയം അത് ഭയങ്കര ആപ്റ്റ് സാധനമായിരിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഭ ഭയങ്കര ടൈമിങ്ങിലാണ് സഭയുടെ ഓരോരോ റെസ്പോൺസസ്. പിന്നെ മാത്യു, ഓഫ് കോഴ്സ് മാത്യുവിൻ്റെ ഈ ഏജിൽ അവൻ എടുക്കുന്ന കുറേ ഡിസിഷൻസ്, അല്ലെങ്കിൽ അവൻ മെച്ചുവേർഡായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ ഭയങ്കര പ്രൊഫഷണലാണ് വെൻ ഇറ്റ് കംസ് ടു നമ്മളുടെ ഈ സിനിമ ആയാലും. അവൻ്റെ മേക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നോക്കി കാണാറുണ്ട്. സത്യം എനിക്ക് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേദന. എനിക്ക് സഭ എന്ന ആർട്ടിസ്റ്റിനോട് നല്ല ഈഗോണ്ട്. അങ്ങനെയല്ല, സഭ ഭയങ്കര ഭയങ്കര നോക്കിയും കണ്ടും എന്താ ഇല്ല, അങ്ങനെയല്ല. ദൈവം ഇത് ഈ ടോപ്പിക്ക് കൊണ്ടുവന്നിട്ടിട്ട് നന്നായിരിക്കട്ടെ, അങ്ങനെ പറഞ്ഞു പറയാം. പെർഫോം ചെയ്യുമ്പോഴേ ഭയങ്കര നോക്കിയും ശ്രദ്ധിച്ചും അത് ക്ലാരിറ്റിയോടെ ചെയ്യുന്നു. ഇപ്പം എനിക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പ്രഷറിൽ, അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ പറയുന്നേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ധൃതിയിലൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ആ ധൃതി കിട്ടും എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും കുറച്ച് സ്പീഡൊക്കെ ആവും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. സഭ അങ്ങനെയല്ല, സഭ എല്ലാം നോക്കിയും എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സീനിൽ ഇന്ന ഡയലോഗ് പറയുമ്പോൾ ഉള്ളതിൻ്റെ ഒരു പരിപാടി എന്താ, അല്ലെങ്കിൽ അത് ഭയങ്കര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഈ പടത്തിൽ സിനിമ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ സഭ ചെയ്ത ക്യാരക്ടറാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് അത്രയും ഉണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ. പക്ഷെ അത് സഭ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. ഇപ്പം റോഷൻ്റെ ക്യാരക്ടർ ആണെങ്കിലും സഭയുടെ ക്യാരക്ടർ ആണെങ്കിലും വെറുതെ കൂട്ടുകാരൻ എന്നുള്ള ക്യാരക്ടർ അല്ല. അത് ഭയങ്കര രണ്ടുപേരും ഭയങ്കര ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ കഥയും മുന്നോട്ട് പോകില്ല, ശ്യാമിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. നൈറ്റ് റൈഡേഴ്സിന്റെ ആദ്യം പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര രസമുള്ള ഒരു സാധനമാണ്. രസമായിട്ട് തോന്നി, കത്തിക്കേറുന്ന സാധനം പോലെയൊക്കെ തോന്നി. ഇങ്ങനെ ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം കഥ തന്നെയാണോ? മെയിൻ കഥ ഡെഫിനറ്റ്ലി കഥയുണ്ട്. ഞാൻ സിനിമ കേട്ട് കുറെ കഥ എഴുതി ഞാൻ തന്നെയാണ്. ജ്യോതിഷം സുനു എന്ന് പറഞ്ഞ് പ്രണയവിലാസം എഴുതിയവരാ സിനിമ എഴുതി. എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഈ കഥയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ കൊള്ളാമെന്നൊക്കെ പറയാം. അല്ല, അങ്ങനെ തോന്നിയാ പറയും, ഡെഫിനറ്റ്ലി പറയും. ഇതിലങ്ങനെ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഭയങ്കര രസമായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് ഇരുന്ന് ചിരിച്ചു. പിന്നെ ഷൂട്ട് ചെയ്തപ്പോൾ കുറേ കൂടെ അത് ബെറ്ററായി, സീനുകളായാലും. പിന്നെ എനിക്ക് പേഴ്സണലി ശ്യാം എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേണി ഉണ്ട് സിനിമയിൽ. ഒരു ട്രാൻസിഷൻ. ശ്യാം തുടങ്ങുന്ന സ്ഥലത്തു നിന്നും നല്ല അവസാനിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ ശ്യാം ഒരു പുതിയൊരാളാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു സീൻ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇത് അടിപൊളിയായിട്ട് വരും എന്നുള്ള എൻ്റെ മെയിൻ വിശ്വാസം ഇതിൻ്റെ ഡയറക്ടറാണ് നൗഫലിക്ക ഒരു എഡിറ്ററാണ്. അപ്പൊ അനുരാഗ കരിക്കുംവെള്ളം, സുധാനി,
ഗ്രേറ്റ് ഫാദർ, ഞാൻ നെസ്ലൊക്കെ ചെയ്ത നെയ്മർ, കപ്പേള, കെട്ടിയോളാണ് എൻ്റെ മാലാക. അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ്. അപ്പോൾ ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ എനിക്കൊരു വിശ്വാസം ഭയങ്കരമായിട്ട് യെസ് അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി ഉണ്ടാവും. അപ്പോൾ എനിക്കറിയായിരുന്നു തുടക്കമേ തന്നെ നൗഫ്ലിക്ക ഡയറക്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് എന്തായാലും ഒരു മിനിമം ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ വർക്കാവാണ്ടിരിക്കുക വർക്കാവും ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയണേ എന്നാലും ഈ സിനിമ ഒരു ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു അടിപൊളി സിനിമയായിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ വൈ നൈറ്റ് റൈഡേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം ഈ കഥ എങ്ങനെ ആദ്യം സഭയ്ക്ക് തന്നെയായിരുന്നു ആ ക്യാരക്ടർ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്? അതെ അല്ലേ? അതെ എല്ലാവരും സിനിമയിൽ എനിക്ക് തോന്നുന്നു എന്തോ 1-2 കാസ്റ്റിംഗ് ഒഴിച്ച്. മാത്യുവിൻ്റെ അടുത്ത് ചോദിച്ചോ ആരെങ്കിലും വേറെ ആരെങ്കിലും ആഡ് ഓൺ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഈ ക്യാരക്ടർ ഇങ്ങനെ അപ്പോൾ മെയിൻലി എല്ലാവരും തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. ജ്യോതിഷും സുനും ഇവരുടെ കൂടെ ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രണയവിലാസത്തിൽ. അപ്പം അവിടെ തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട് എന്ന് മുൻപ് സൂചനയൊക്കെ തന്നിട്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരിങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ പടം ഓണായി, നൗഫൽക്ക എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ പോലെ എനിക്കത്ര ഈ ടെക്നിക്കൽ ടീംസ് മറ്റേ അങ്ങനെയുള്ള ഒരു എന്താണ് നോളജ് ഇല്ല. ഇവരാരൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്തു അങ്ങനത്തെ ഉള്ളൊരു ഇതില്ല. ഓരോ ചില സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോൾമാരും ഇങ്ങനെ വിളിച്ചിട്ട് ആളുടെ പേര് പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അവർ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയ്യോ ആ സമയത്ത് ചർച്ചയിലും എങ്ങനെയാ അത് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനത്തെ പരിപാടികൾ ഇല്ല. ആ നോളജൊക്കെ എനിക്ക് കുറവാണ്. ചിലപ്പോൾ അങ്ങനെ ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുന്നതും പോകും. അപ്പം അതേപോലെ ജ്യോതിഷം വിളിക്കുന്ന സമയത്ത് നൗഫൽക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കെട്ടികളാണ് മാലാക ഇതിൻ്റെയൊക്കെ എഡിറ്ററാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് ജ്യോതിഷ് ഇവരുടെ പ്രണയവിലാസത്തിൻ്റെ സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര വർക്കാണ്. അതുപോലെ തന്നെ ഇവർ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യണം തീരുമാനിക്കാൻ ഉണ്ടായ ഇത് സ്ക്രിപ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഫ്ലോ ഉണ്ട് സ്ക്രിപ്റ്റിൽ. ഞാൻ സിനിമ തീരും വരെ ചിരിക്കുമോ നമ്മൾ? ഭയങ്കര രസമുള്ള അങ്ങനെ ഒരു ചിരി ഫുൾ ഹ്യൂമർ ഫിലിം അല്ല. പല എലിമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഹൊറർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ ആണ് ഇന്നവേ, കുറച്ച് ഫൈറ്റ്, റൊമാൻസ്, പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല രസത്തിൽ കഥ പറഞ്ഞു പോകുന്നൊരു ഇപ്പം പറയാനൊക്കെ നമുക്ക് ഭയങ്കര എന്താ ഈ സിനിമയുടെ കഥ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കഥയാണ് സിനിമയുടെ. രജനീകാന്ത് കൂലി സിനിമയുടെ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അട്ടടാ എന്നെ ആക്ടിങ് എന്താ ശ്രുതി ഹാസൻ ரொம்ப. മീനാക്ഷി ഇതിൽ ആക്ട്രസ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ മാറ്റം ഭയങ്കര ഒരു വലിയ ഒരു സീനുണ്ട്. അത് ബ്രേക്ക് നിങ്ങൾ രണ്ടുപേരുള്ള അതാണ് ഷെൽഫിലോ ബുക്ക് ലൈബ്രറി സൈഡിൽ. അതെ അവിടെ 2-3 സീനുകളുണ്ട് ഞങ്ങൾ. ആണല്ലേ? അതിലൊരു സീനുണ്ട്. അത് മീനാക്ഷിയുടെ ആ കമ്മിറ്റ്മെന്റ് ഒരു ഹാഫ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ രാവിലെ മുതൽ ആ ഉച്ച ബ്രേക്ക് വരെ സീൻ തീരണ വരെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് മീനാക്ഷിക്ക് എനിക്ക് ആ സീനിലെ ഡയലോഗില്ല. മീനാക്ഷിക്കാണ് ഒരു പേജ് ഡയലോഗ്, 1.5 പേജ് എന്തോ ഡയലോഗുണ്ട്. എനിക്കൊരു എന്തോ അതിൻ്റെ ഇടയ്ക്ക് മുകളിലൊക്കെ ഉള്ളൂ. അതിന് ഇരുന്ന് റിയാക്ട് ചെയ്താൽ മതി എനിക്ക്. പക്ഷെ മീനാക്ഷി അത് സമ്മതിച്ചു കൊടുക്കണോടോ, അടിപൊളിയായിട്ട്. പറച്ചിലൊരു ജെന്യൂനിറ്റി കുറവുണ്ട്. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ജെന്യൂനിറ്റി അല്ല അതല്ല മീനാക്ഷി പരസ്പരം ഇങ്ങനെ സംസാരിക്കും. അതെ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തോ നല്ലത് പറഞ്ഞോ ശീലമില്ല. മീനാക്ഷി അതെ പിന്നെ പോട്ടെ. മീനാക്ഷി ഇതില് പാടിയിട്ടുണ്ടോ ഈ സിനിമയില്? നല്ല പാട്ട്, നല്ല രസമുണ്ട്. ഇന്ന് അവിടെ നിന്ന് പാടിയപ്പോൾ അടിപൊളിയായിരുന്നു. മാത്യുവും പാടിയായിരുന്നു. മാത്യു ഏത് പാട്ടായിരുന്നു പാടിയത്? ഇതിനകത്ത് പക്ഷെ നമ്മളുടെ പാട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവൻ പാടിയത്. മാത്യു പാടിയിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ. മാത്യു അതൊന്ന് രണ്ടുപേര് നിങ്ങൾ രണ്ടും കൂടെ അവന് ഇഷ്ടം പോലെ നമ്മള് പാടിയോ? അപ്പൊ വേണ്ട, മൈക്ക് നമുക്ക് വേണ്ടിട്ട് പഴയ കണ്ടന്റ് തന്നെ എല്ലായിടത്തും പിന്നെ നീ പറയുന്നതെല്ലാം നല്ല ഫ്രഷ് ആണല്ലോ. ഞാൻ പുതിയ കാര്യങ്ങൾ പറഞ്ഞു, നിന്നെ നല്ലതൊക്കെ പറഞ്ഞില്ലേ? അത് പുതിയതല്ലേ? പാട്ട് മാറ്റണോ ഇനി? ഞാൻ പാട്ട് മാറ്റണം. പക്ഷെ പാട്ട് കൊള്ളാം. സിനിമയിൽ നന്നായിട്ട് നല്ല മൈക്കാ, വേണമെങ്കിൽ നല്ലൊരു അവസരം അല്ലേ? രണ്ടുപേര് പാടാം. ഞാൻ പാടും.
താങ്ക് യു മീനാക്ഷി. ആരോ നീ കരളിൽ ചേക്കേറും പുതുവയിലാണോ പാരാകെ മാറുന്നീതാ അരികെ നീ വരവേ എന്നെഞ്ചിൽ പുതുമയിലാട്ടം മേലാകെ ചോക്കുന്നീതാ കുളിരേ കുളിരിൻ വിരലേ നീ തുടനേ ഉടലെന്നുയിരിൽ. ഓക്കെ, താങ്ക് യു. ഫ്ലാറ്റായി. പ്രൊഫഷണൽ Thank you, thank you. സിംഗർ, ആക്ട്രസ്, സിംഗർ, വേറെ അല്ല പക്ഷെ ഡാൻസ്, ഡാൻസ്, പറ. കവിത രചന ഒക്കെ. രചനയല്ല. രചന കവിത, പാരായണം. അറിയത്തില്ലെങ്കിൽ എനിക്കറിയില്ല. അയ്യോ, എനിക്ക് അത്ര കഴിവില്ല. പാര വെക്കാനേ അറിയാം. അതുകൊണ്ട് അയ്യോ അതുകൊണ്ട് അത് ഇവനാണ് ഏറ്റവും കൂടെ എങ്ങനെയൊക്കെ പണി തരാം. ഞാൻ അങ്ങനെ ഇപ്പൊ ഈ ഇന്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാ പിന്നെ മനസ്സിലായി. അവള് അവകാശപ്പെടുന്നത് ക്രിക്കറ്റ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. വേറെ കുറെ അവകാശപ്പെടലും ഉണ്ടല്ലോ. വേറെ എന്തൊക്കെയുള്ള ക്രിക്കറ്റ്. മതി സ്കിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതിന്റെ ഇടയിൽ കൂടെ അല്ലേ, നല്ല ഒരു ജേർണി ആയിരുന്നു. ഒന്നും എടുക്കണല്ലോ. ആര്? ഫുഡ്. താങ്ക് യു ബ്രോ. അത് ഞങ്ങള് മാത്രം കഴിച്ചോണ്ടിരിക്കാന്ന് പറയുമല്ലെങ്കിൽ എന്തെങ്കിലും എരിവുള്ളത് വേണം. ഇതെടുക്കട്ടെ. അത് ഞാൻ കടിച്ചാ. ഇത് എടുത്തോ. അത് നല്ല എരിവാട്ടോ. ഇതെനിക്ക് ഇഷ്ടം അടുത്ത്. അത് എരി തന്നെ ഗ്രീൻ മിന്റ് അല്ലേ? അത് അതല്ലേ? മോനെ, നല്ല എരിവുണ്ട് മോനെ. കാന്താരി എസൻസ്. സന്തോഷയോ? താങ്ക് യു. ചിയേഴ്സ്. Cheers. ഞങ്ങളല്ലേ അത് താങ്ക് യു പറയട്ടെ. ഞാൻ എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. സന്തോഷം. അല്ല ഞാൻ മാത്യു, ഏകദേശം നമ്മള് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ സംസാരിച്ചു. മണിക്കൂറോ? 1 മണിക്കൂർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കുറെ കാര്യം കുട്ടിക്കാലത്തോട്ട് നമ്മൾ സഞ്ചരിച്ചു. കുറെ ഫ്രണ്ട്സിന്റെ സ്റ്റോറീസ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് സംസാരിച്ചു. സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണും. നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങുന്ന വെള്ളിയാഴ്ച ഇറങ്ങുമ്പം ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. കോൺഫിഡൻസും ഉണ്ട്. നമ്മൾ ഇപ്പം എൻ്റെ ഒരു ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ പരിപാടി ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് ടൈം കുറച്ച് കൂടുതലുള്ളൊരു ക്യാരക്ടറാണ് എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും പല ഇമോഷൻസ് പരിപാടികളിലൂടെയും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത പല ഇമോഷൻ ട്രാക്കുകളിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം മസ്റ്റായിട്ടും കാണേണ്ട ഒരു പരിപാടി എല്ലാം ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നൊരു തരത്തിലുള്ളൊരു പടമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാവരും. നമ്മളെ ഈ ജെന്യുവനായിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ഓപ്പൺ അപ്പ് പറയാറുണ്ട്. ഈ സിനിമ അഭിനയിച്ച് നിങ്ങൾ സിനിമ കണ്ടോ ശരിക്കും? നിങ്ങൾ അങ്ങനെ ഇപ്പൊ ചിലപ്പോ പുറത്ത് പറയാൻ പറ്റില്ലായിരിക്കാം. സിനിമയാണ്, നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു ഔട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ കഥ കേട്ടതുപോലെയാണോ സിനിമ വന്നിരിക്കുന്നത്? അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്ത് ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക, ആ സിനിമ ഓക്കെ ആണടാ, അതോ അങ്ങനെ തന്നെയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? നൈറ്റ് റൈഡേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏത് പടമായാലും പടം എങ്ങനെ ഉണ്ടായിരിക്കും അത് അങ്ങനെ തന്നെയാണ് പറയും. ഞാൻ എന്റെ സിനിമ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യമാണെങ്കിൽ എന്തായാലും പോയി കാണണം. ഇത് കണ്ടോണ്ടിരിക്കുന്നിടത്ത് അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇത് ഇറങ്ങുന്ന സമയത്ത് ഇത് എത്ര മണിക്കായിരിക്കും വെള്ളിയാഴ്ച ഇറങ്ങുന്നത്? 5 മണിക്ക് വൈകുന്നേരം അല്ലേ? ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ എല്ലാം ഭയങ്കര സന്തോഷിച്ച് ഇരിക്കുന്നുണ്ടാവും അവിടെ എന്നുള്ളൊരു ഇത് ഞാനിങ്ങനെ ആലോചിക്കാം. എല്ലാം ഇത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒന്ന് സുഖമായിട്ട് കിടന്നു ഇറങ്ങണം. എന്നിട്ട് വേറെ പടം കമ്മിറ്റ് ചെയ്തോ? ഇപ്പൊ ഞാൻ അടുത്ത ഇല്ല, ഇറങ്ങാനുണ്ട്. 2 സിനിമകളും കൂടെ ഉണ്ട്. ഷൂട്ട് ചെയ്യാനൊരു സിനിമയുണ്ട്. അത് അനൗൺസ് ചെയ്യാറായോ? അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട്. അത് തന്നെ എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളെല്ലാവർക്കും ഒരു ഫാമിലിയിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ കുറേ എലമെന്റ്സ് ഉണ്ടാവും. അതാണ് നമ്മളുടെ പടത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ഒരു പെർട്ടിക്കുലർ ജോണറിൽ ഒതുങ്ങാതെ എല്ലാത്തരം പരിപാടികളും ഉള്ളൊരു പടമായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോയി കാണാം, അത്രേ ഉള്ളൂ.
ഇത് ഈ പോഡ്കാസ്റ്റിന്റെ പേര് ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ല, മച്ചാൻസ് പോഡ്കാസ്റ്റ് എന്നാണ്. എന്റെ കൂടെ കുറച്ച് മച്ചാന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് കുറെ കൺജസ്റ്റഡ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ്, അതാണ് ടാഗ് ലൈൻ. ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല, പാവങ്ങളുടെ This ഭയങ്കര setup ആ. പാവങ്ങളുടെ ഞാൻ കൊടുക്കണ്ടേ, പാത്രം കഴുകി വെക്കണം. നിങ്ങൾ എണീക്കുമ്പോ ഈ ഗ്ലാസ് ഒക്കെ ഞാൻ അരേ ഭയ്യാ തീരുന്നില്ല പണി എന്നല്ല പറഞ്ഞ പാവങ്ങളുടെ പോഡ്കാസ്റ്റ് പറഞ്ഞൊക്കെ ചായ വരുന്നു, ഇത് വരുന്നു. അതെടുത്ത് സ്പെഷ്യലാ. ഇങ്ങനെ പോകുന്നുണ്ട് നമുക്കല്ലായിരുന്നു. ഈ അത് വേറെ. അത് ഇത് കഴിഞ്ഞിട്ട് ഈ മൈക്കിന് തന്നെ കാണും നല്ലൊരു എന്ത് തോന്നി ഇത്രയും നേരം അടിപൊളി. നമ്മള് സമയം പോയത് അറിഞ്ഞില്ല. അതാണ് ഏറ്റവും നല്ല ഏറ്റവും അതാണല്ലോ, സമയം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, അറിയുന്നില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണല്ലോ. മുദ്രസഭ, സോറി, ലോകസഭ അല്ല, നൈറ്റ് റൈഡർ സഭ. ഒരു മാസത്തോളം ആയി നമ്മൾ ഈ പരിപാടി തുടങ്ങി. ഒരുപാട് ഇന്റർവ്യൂസും പ്രൊമോഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ. എന്നാലും ഇതിൽ വരുന്ന സമയത്ത് അത് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പുതിയ കുറെ കാര്യങ്ങൾ വേറെ എവിടെയും പറയാത്ത കുറച്ച് കഥകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി അടിപൊളി. മീനാക്ഷി, പോവാം നമുക്ക്. പോവാം. ഇത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. കഴിക്കാം. ശരി, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു.